നമസ്കാരം. ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്വേതവരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. 4 യുഗങ്ങൾ കൂടിയതാണ് ഒരു ചതുർയുഗം. അതിന്റെ അവസാനത്തെ യുഗമാണ് കലിയുഗം. ഈ കലിയുഗം തുടങ്ങിയിട്ട് 5126ാമത്തെ വർഷമാണ്. ഇന്ന് കലിദിന സംഖ്യ വരുന്നത് 18,72,544ാമത്തെ ദിവസമാണ്. ശ്രീകൃഷ്ണ പരമാത്മാവ് സ്വർഗാരോഹണം ചെയ്ത ദിനം മുതൽക്കാണ് കലിയുഗം തുടങ്ങിയിട്ടുള്ളത്. മലയാള സമ്പ്രദായത്തിലെ കൊല്ലവർഷക്കണക്കനുസരിച്ച് 1201 ആണ്ട് വൃശ്ചിക മാസം 14-ാം തീയതിയാണ്. ശകവർഷം 1947 മാർഗശീർഷ മാസം 9-ാം തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 നവംബർ മാസം 30-ാം തീയതിയാണ്. ഇന്ന് ദശമി തിഥിയാണ്. ശുക്ലപക്ഷത്തിലെ ദശമിയാണ്. രാത്രിയിൽ 9:29 വരെയുള്ള സമയത്ത് ശുക്ലപക്ഷ ദശമിയാണ്. തുടർന്ന് ഏകാദശിയാണ്. നക്ഷത്രം വരുന്നത് ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉച്ചയ്ക്ക് 1:10 വരെയുള്ള സമയത്താണ് ഉത്രട്ടാതി നക്ഷത്രം. തുടർന്ന് രേവതി നക്ഷത്രമാണ്. കരണം വരുന്നത് കഴുതക്കരണമാണ്. രാവിലെ 10:27 വരെയുള്ള സമയത്താണ് കഴുതക്കരണം വരുന്നത്. നിത്യയോഗം വരുന്നത് വജ്രനാമ നിത്യയോഗമാണ്. രാവിലെ 7:12 വരെ മാത്രമാണ് വജ്രനാമ നിത്യയോഗമുള്ളത്. ഇത് അനിഴം ഞാറ്റുവേലയാണ്. 2 ആഴ്ച കാലമാണ് ഒരു ഞാറ്റുവേല എന്ന് പറയുന്നത്. അങ്ങനെ 72 ഞാറ്റുവേലകളാണ് ഒരു വർഷമുള്ളത്. ഇത് അനിഴം ഞാറ്റുവേലയാണ്. ഹേമന്ത ഋതുവാണ്. ദക്ഷിണായന കാലമാണ്. ഇന്ന് ദിവസം ഞായർ സൂര്യന്റെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ദോഷകാലങ്ങളാകുന്ന രാഹുകാലം സംഭവിക്കുന്നത് വൈകിട്ട് 4:31 മുതൽക്ക് 5:57 വരെയുള്ള സമയത്താണ്. ഗുളികകാലം സംഭവിക്കുന്നത് ഉച്ചകഴിഞ്ഞ് 3:04 തുടങ്ങി 4:31 വരെയുള്ള സമയത്താണ്. യമകണ്ഠകകാലം വരുന്നത് ഉച്ചയ്ക്ക് 12 മുതൽക്ക് 1:38 വരെയുള്ള സമയത്താണ്. ഈ രാഹു ഗുളിക യമകണ്ഠകകാലങ്ങൾ പൊതുവെ ദോഷകാലങ്ങളാണ്. ആയതുകൊണ്ട് ശുഭകർമ്മങ്ങൾക്ക് ഈ സമയം വർജിച്ചിട്ടുണ്ട്. ഇന്ന് അഭിജിത് മുഹൂർത്തം വരുന്നത് 11:48 മുതൽക്ക് 12:10 വരേക്കും. തുടർന്ന് മധ്യം 4 മിനിറ്റ് വർജിച്ചിട്ട് 12:14 മുതൽക്ക് 12:36 വരെയുള്ള സമയത്താണ് ഈ അഭിജിത് മുഹൂർത്തം. മറ്റ് മുഹൂർത്തങ്ങളില്ലാത്ത ദിവസങ്ങളിൽ ഒരു സുമുഹൂർത്തമായിട്ട് എല്ലാ തരത്തിലുള്ള ശുഭകർമ്മങ്ങൾക്കും വിധിച്ചിട്ടുള്ളതാണ്. ഇന്ന് ചന്ദ്രാഷ്ടമം വരുന്നത് ചിങ്ങക്കൂറുകാർക്കാണ്. മകം, പൂരം, ഉത്രത്തിൽ കാല്, അതായത് ഉത്രത്തിന്റെ ആദ്യ പാദം, ഈ 3 നക്ഷത്രക്കാർക്കും ഇന്നേ ദിവസം അഷ്ടമത്തിൽ ചന്ദ്രൻ വരുന്ന ദിനമാകയാൽ ഇന്നത്തെ ദിവസം പൊതുവെ ശുഭമായിട്ടുള്ളതല്ല. അവർ നൂതന കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുക, പ്രധാനപ്പെട്ട യാത്രകൾ, അങ്ങനെയുള്ള ശുഭകർമ്മങ്ങൾ ഒക്കെയും ഇന്ന് വർജിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ന് നക്ഷത്രം വരുന്നത് ഉത്രട്ടാതി നക്ഷത്രമാണ്. ഒരു ശുഭനക്ഷത്രമാണ്. വിവാഹാദി കാര്യങ്ങൾ, വ്രതം, അതുപോലെ നൂതനമായിട്ടുള്ള വാഹനം വാങ്ങിക്കുക, ഉപയോഗിക്കുക, ആഭരണാദികൾ ഉണ്ടാക്കുക, ധരിക്കുക, നൂതന വസ്ത്രം ധരിക്കുക, അങ്ങനെയുള്ള എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്രട്ടാതി നക്ഷത്രം അനുകൂലമാണ്. ദശമി ശുക്ലപക്ഷത്തിലെ ദശമിയാണ്. അതും എല്ലാ ശുഭകർമ്മങ്ങൾക്കും അനുകൂലമാണ്. വിവാഹം നടത്തുക, ഉത്സവാദികൾ, യാത്ര, ദേവപ്രതിഷ്ഠ മുതലായിട്ടുള്ള കാര്യങ്ങൾ, വൈദിക കാര്യങ്ങളായിട്ടുള്ള ചൗളം മുതലായിട്ടുള്ളവയ്ക്കും, അതുപോലെ ഗജ, അശ്വ, നൃപകാര്യങ്ങൾ, ഗജസംബന്ധമായിട്ടുള്ള രാജ്യകാര്യങ്ങളും കുതിര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും ഒക്കെ അനുകൂലമായിട്ടുള്ള ദിവസമാണ് ഈ തിഥി. നമസ്കാരം.